ഹായ് ഗായ്സ്, മോട്ടോ ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത FZ25ഉം FZS25ഉമാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് വന്നിട്ട് ഒരു അഡ്വഞ്ചർ ടൂറർ നേക്കിഡ് ബൈക്കായിട്ടാണ് യമഹ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് വന്നിട്ട് ഒരു 249cc സിംഗിൾ സിലിണ്ടർ XOCH ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ്. ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് നോക്കാൻ പോയാൽ 20.8 PS ഓഫ് ഹോഴ്സ് പവർ ആറ്റ് 8000 RPMഉം 20.1 Nm ഓഫ് ടോർക്ക് ആറ്റ് 6000 RPMഉം ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ മാറ്റം എന്തെന്ന് നോക്കാൻ പോയാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഇതിൻ്റെ പുതിയ ഹെഡ്ലൈറ്റും അതോടൊപ്പം ഇതിൻ്റെ വിൻഷീൽഡും. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിട്ട് നിങ്ങൾ കണ്ടറിയും, ഇത് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ യമഹയുടെ തന്നെ MT15 എന്നാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിട്ട് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ബൈ ഫങ്ഷണൽ LED ഹെഡ്ലൈറ്റാണ് വിത്ത് LED DRLസോടൊപ്പം. ഇതിൻ്റെ അടുത്ത മാറ്റം എന്തുവാന്ന് നമ്മൾ നോക്കാൻ പോയാൽ നോർമൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ചേഞ്ച് ചെയ്തിട്ട് നോർമൽ 150 FSL കാണപ്പെടുന്ന നെഗറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിപ്പം തന്നെയാണ്. ഇതിൻ്റെ വലിപ്പം വന്നിട്ട് അത്രയും ചെറുതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇല്ല. ഈ ക്ലാസ്സിലെ ഏറ്റവും വെയിറ്റ് കുറവായിട്ടുള്ള ബൈക്കും ഇതാണ്. 153 kg ആണ് ഇതിൻ്റെ ഓവറോൾ വെയിറ്റ്. ഇതിന് വന്നിട്ട് 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോനോക്രോസ് സസ്പെൻഷനാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ട് വന്നിട്ട് 282 mm ഡിസ്കും റിയർ വന്നിട്ട് 220 റിയലിൻ്റെ ഡിസ്കുമാണ്. ഇതിൻ്റെ ടയർ സൈസ് നോക്കിയാൽ അറിയാം, ഫ്രണ്ടിൽ വന്നിട്ട് 100/80ഉം റിയറിൽ വന്നിട്ട് 140/70ഉമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടയേഴ്സ് വന്നിട്ട് നോൺ റേഡിയൽ ടയേഴ്സ് ആണ്. ഇതിൻ്റെ ചില മെയിൻ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വന്നിട്ട് സൈഡ് സ്റ്റാൻഡ് വിത്ത് എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്. അതോടൊപ്പം തന്നെ നക്കിൾ ഗാർഡ്സും കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ ബാസിൽ. പിന്നെ വന്നിട്ട് ഫ്രണ്ട് ലോങ് വൈസറും കൊടുത്തിട്ടുണ്ട്. പുതിയ പെയിൻറ്റ് കളേഴ്സോടൊപ്പം തന്നെ യമഹ വന്നിട്ട് ഈ ബൈക്കിൻ്റെ വീൽസിൽ വന്ന് ഗോൾഡൻ വീൽ പെയിൻറ്റ് സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിന് വന്നിട്ട് കുറച്ചും കൂടെ സ്റ്റൈലിങ്ങും ലഭിക്കുന്നുണ്ട്. യമഹ ക്ലെയിം ചെയ്യുന്നത് BS4 എഞ്ചിനെക്കാട്ടിലും BS6 എഞ്ചിൻ വന്നിട്ട് കൂടുതൽ റിഫൈൻഡും മോർ എഫിഷ്യൻറ്റുമായിരിക്കും. അതുകൊണ്ട് തന്നെ പഴയ BS4 വൈബ്രേഷൻസും അതോടൊപ്പം തന്നെ പോരായ്മകളെല്ലാം വന്നിട്ട് ഇതിൽ മാറ്റിയിട്ടുണ്ടെന്നാണ് യമഹ ക്ലെയിം ചെയ്യുന്നത്. കേരളത്തിലുള്ള എക്സ്ഷോറൂം പ്രൈസ് നോക്കിയാൽ FZ25 വന്നിട്ട് 1,56,000ഉം FZSന് വന്നിട്ട് 1,61,000ഉമാണ് ഉള്ളത്. FZന് വന്നിട്ട് 2 കളേഴ്സും FZSന് വന്നിട്ട് 3 കളേഴ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പവർ ആൻഡ് മണി ഫിഗേഴ്സ് വെച്ച് നോക്കിയാൽ ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻസ് ആയി വരുന്നത് ഡോമിന 250 ആണ്. സോ താങ്ക് യു ഗായ്സ്. കൂടുതൽ വീഡിയോസ് ആൻഡ് റിവ്യൂസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക.